أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. صدق الله العظيم. സൂറത്തു ശുറ 61, 2, 3 ആയത്തുകൾ. ഫലമ്മ തറാഅത്ത്, പരസ്പരം കണ്ടപ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു എന്നാണ് തറാഅ എന്ന് പറഞ്ഞാൽ. റഅയിൽ നിന്നുള്ള വാക്ക് തന്നെയാണ്. അൽ ജംആനി, ആ രണ്ട് സംഘങ്ങൾ. ഖാല അസ്ഹാബു മൂസ, മൂസായുടെ ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നിശ്ചയം ഞങ്ങൾ പിടികൂടപ്പെടുന്നവർ തന്നെയാണ്. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ, വേണ്ട, അല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി, നിശ്ചയം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴികാട്ടിത്തരും. ഫഔഹൈന, അപ്പോൾ നാം വഹി നൽകി, ഇലാ മൂസ, മൂസ അലൈഹിസ്സലാമിലേക്ക്, അൻ ഇളിരിബ്, നീ അടിക്കുകയെന്ന്, ബി അസാക്ക, നിന്റെ വടി കൊണ്ട്, അൽ ബഹ്റ, ആ കടലിനെ. ഫംഫലഖ, അപ്പോൾ പിളർന്നു. ഫലഖ, ഇംഫലഖ, ഫലഖയിൽ നിന്നുള്ള ഫലഖ് പ്രഭാതം പൊട്ടിവിടരുക എന്നൊക്കെ പറയുമല്ലോ. ഇംഫലഖ എന്ന് പറഞ്ഞാൽ പിളർത്തുക എന്ന് പറയുന്ന പണി നടന്നു എന്നർത്ഥം. ഇംഫഅല, ഫംഫലഖ, അതോടെ പിളർന്നു. അത് പിളർന്നു. ഫക്കാന, ആയിത്തീർന്നു. കുല്ലു ഫിർഖിൻ, എല്ലാ പിളർപ്പുകളും, അഥവാ കടലിൻ്റെ രണ്ട് പിളർപ്പുകൾ, കത്തൗദിൽ അളീം, വലിയ പർവ്വതം പോലെ. തൗദ്, ചീപ്പ് എന്ന് പറയും നമ്മൾ. മലയാളത്തിൽ ചീപ്പിന് തൗദ് എന്ന് പറയലുണ്ട്, വാതിൻ്റെ കുറ്റിയിടുന്നതിന്. അഥവാ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ഡാം പോലെ, പർവ്വതം പോലെ വലിയ മതിൽക്കെട്ട് ഉയർത്തുന്നതിന് ആണ് തൗദ് എന്ന് പറയുക. അൽ അലീം, ഭയങ്കരമായ. തൗദുൽ അലീം, വലിയ പർവ്വതം കണക്കെ എന്നാണ്. തൗദ് എന്ന് പറയൽ തന്നെ വലിയ പർവ്വതത്തിനാണ്, ഡാം പോലെ കെട്ടി ഉയർത്തിയതിന്. അതിൽ തന്നെ അതിൻ്റെ വലുത് പോലെ എന്നർത്ഥം. മൂസ അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെടാൻ തയ്യാറായ ബനി ഇസ്രായേല്യരും അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം രാത്രിക്ക് രാത്രി പുറപ്പെട്ടു. പലയിടത്തു നിന്നായി ഒന്നിച്ച് കടൽ തീരത്ത് ഒരുമിച്ച് കൂടി അതുവഴി പോകാനായിരുന്നു പരിപാടി. കരമാർഗം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക്, അഥവാ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് കടക്കുന്ന വഴി അന്നുണ്ടായിരുന്നു. പിന്നീടാണ് അവിടെ സൂയസ് കനാൽ ഉണ്ടായത്. ആ സൂയസ് കനാലിൻ്റെ അടിയിലൂടെ ഇപ്പോൾ തുരങ്ക റോഡ് ഉണ്ടാക്കി കരമാർഗം കടക്കാൻ വഴിയുണ്ട്. അതുണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള കാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ അതുവഴി കടക്കാൻ കഴിയില്ല. അവിടെ ഫിറൗനിൻ്റെ വലിയ താവളവും ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. അതുകൊണ്ട് അവിടെ നിന്ന് അവർക്ക് തടയാൻ എളുപ്പമായി.
ഫിറൗനും കൂട്ടരും, അല്ലെങ്കിലും കെയ്റോ എന്ന് പറയുന്നത് ഈജിപ്തുമായി ഈ ഏഷ്യയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണല്ലോ. ഫിറൗവിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരമൊക്കെ ഈ സുയസിനോട് അടുത്ത് കിടക്കുന്ന വലിയ ദൂരമല്ലാത്ത സ്ഥലമാണ്. അവിടെ നിന്നാണ് ഫിറൗനും കൂട്ടരും പിന്നാലെ പിറ്റേന്ന് രാവിലെ വെച്ച് പിടിക്കുന്നത്. അതുപോലെ ഈ സൈനിക താവളത്തിൽ നിന്നും സൈനിക പുറപ്പാട് ഉണ്ടായിട്ടുണ്ടാകും. ഏതായാലും ചെകുത്താനും കടലിനും മധ്യേ എന്ന മലയാളത്തിലെ പ്രയോഗം സൂചിപ്പിക്കുന്നത് പോലെ ഇവർ ഈ കടൽ തീരത്ത് പെട്ടു. ഇനി കടലാണ്, കരമാർഗം പോകാനുള്ള വഴി അവർ തടയുകയാണ്. അതോടുകൂടി മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബനി ഇസ്രായേല്യർ നിലവിളിക്കാൻ തുടങ്ങി. അവർ നിലവിളിച്ചു, ഇന്നാല മുദ്റക്കൂൻ, ഞങ്ങൾ പിടികൂടപ്പെടുന്നവരാണ്, അഥവാ രക്ഷയില്ല, ഞങ്ങൾ പിടികൂടപ്പെടുകയാണ് എന്ന് നിലയും വിളിയും കൂട്ടുകയാണ്. ഉടനെ വന്നു മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സധീരമായ മറുപടി, ഖാല കല്ല ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, വേണ്ട, അഥവാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എന്താണ് ആ പറയുന്നതിൻ്റെ അടിസ്ഥാനം? നബിയായി നിയോഗിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല, ഇന്നനീ മഅകുമ അസ്മഉ വ അറ, കണ്ടും കേട്ടും നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ ഞാനുണ്ടാകുമെന്ന് ഫിറൗവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇവിടെ അത് ഇല്ലാതിരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാമിന് ഒട്ടും ബേജാറില്ല, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളങ്ങനെ നിലയും വിളിയും കൂട്ടേണ്ട കാര്യമില്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ ഉടനെ എനിക്കൊരു വഴികാട്ടിത്തരും എന്നാണ്. സയഹദി എന്ന് പറഞ്ഞാൽ അറബിയിൽ ഭാവികാലം പറയാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന് സൗഫ അല്ലെങ്കിൽ സ എന്ന് പറഞ്ഞാൽ സയഫ് അലു എന്ന് പറഞ്ഞാൽ ഉടനെ ചെയ്യും എന്നും, സൗഫ യഫ് അലു എന്ന് പറഞ്ഞാൽ പിന്നീട് ചെയ്യുമെന്നുമാണ്. രണ്ടും ഭാവികാലമാണ്. ഒന്ന് സമീപ ഭാവികാലം, മറ്റത് വിദൂര ഭാവികാലം. അപ്പോൾ ഇവിടെ പറയുന്നത് തന്നെ ഉടനെ അവൻ എനിക്കൊരു വഴികാട്ടിത്തരുമെന്ന അർത്ഥത്തിലാണ്. ഫൗഹൈന ഇല മൂസ, അപ്പം നാം, അള്ളാഹു പറയണം, അപ്പം നാം മൂസാക്ക് വഹി നൽകി, അനിദ്രിബ് ബിഅസാക്കൽ ബഹർ, നീ നിന്റെ വടി കൊണ്ട് ആ കടലിൽ അടിക്കുക. നേരത്തെ പാമ്പായ വടി ഇപ്പോൾ വേറൊരു ദൗത്യവുമായി അള്ളാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. കടലിൽ വടി കൊണ്ടടിക്കുക. ഫംഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അമീൻ, കടലിൽ അടിച്ചതോടുകൂടി അവർക്ക് കാണാവുന്ന വിധം കടല് സമുദ്രം രണ്ടായി പിളർന്നിട്ട് രണ്ട് പിളർപ്പുകളും രണ്ട് മഹാപർവ്വതങ്ങൾ പോലെ ഉയർന്നു നിന്നു. സമുദ്രം വളരെ ആഴമുള്ളതാണ്. ആ ആഴത്തോളം വെള്ളം രണ്ടായിട്ട് മാറി. എന്നിട്ട് വെള്ളത്തിൻ്റെ രണ്ട് കട്ടയായിട്ട് മാറിയ പോലെ അതിങ്ങനെ പിളർന്ന് മാറി. ചില ആളുകൾക്കൊക്കെ അത് മുഅ്ജിസത്ത് എന്നുള്ള നിലയിൽ പറയുമ്പോൾ വിശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ട് വേലിയിറക്കമുണ്ടായപ്പോൾ പാറ നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ അക്കരെ കടന്നതാണ് എന്നൊക്കെ ഒപ്പിച്ച് പറയുന്നതുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവിൽ പെടാത്ത കാര്യമല്ല സമുദ്രം പിളർക്കുക എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് സൂറത്തു താഹയിൽ, അവർക്ക് തരീഖൻ യബസ്, ഉണങ്ങിയ വഴി ഒരുക്കി കൊടുത്തു എന്ന്. കാരണം കേവലം മൂസാ നബിക്ക് ഇങ്ങനെ പിളർന്ന പോലെ തോന്നുക, വെള്ളം മാറിക്കുകയാണെങ്കിൽ ഫിറോവിന് പിന്നാലെ ഇറങ്ങൂലല്ലോ. അള്ളാഹ്ക്ക് ഫിറോവിനെ അതിൽ ഇറക്കാനും കൂടി വേണ്ടതുണ്ട്. അതുകൊണ്ട് തരീഖൻ യബസയാണ്, ഉണങ്ങിയ വഴിയാണ് ഒരുക്കി കൊടുത്തത്. അപ്പോഴല്ലേ ആളുകൾക്ക് അതിൽ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അടിയോളം പിളർന്ന് വെള്ളം രണ്ട് ഭാഗമായിട്ട് മാറി. എന്നിട്ട് അങ്ങനെ ഉണങ്ങിയ വഴിയിലൂടെ രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തആല ഒരുക്കി കൊടുത്തു ഒരടിക്ക്. പിന്നെ പറയുന്നുണ്ട് അവിടെ ഫിറൗൻ അക്കരെ കടന്ന ശേഷം വത്രുക്കിൽ ബഹറ റഹ്വ, സമുദ്രത്തെ അങ്ങനെ തന്നെ വിട്ടേക്കുക, ഇനി അത് ഒന്നാക്കേണ്ടതില്ല ഇപ്പോൾ തന്നെ എന്നർത്ഥം. ഇങ്ങനെയുള്ള ഒരു സജ്ജീകരണമാണ് അള്ളാഹു. എന്തിനാണിതിവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ മുമ്പിൽ പ്രകൃതി പോലും വഴിമാറും എന്ന് മക്കയിലെ
അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെയും പിന്നീട് ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മളുൾപ്പെടെയുള്ള ഉമ്മത്ത് മുസ്ലിമിയെയും പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദീനിൻ്റെയും കൂടെ ഉറച്ചു നിൽക്കാൻ സന്നദ്ധമാണെങ്കിൽ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ പിടികൂടപ്പെടുമെന്ന് ഉറപ്പായി എന്ന് പറഞ്ഞ് നിലവിളി കൂട്ടുന്നവരോട് ആ വിശ്വാസവും ബോധവും ഉണ്ടായതുകൊണ്ടാണ് ഇന്ന മഴിയ റബ്ബി സയഹ്ദീൻ എന്ന് മൂസാ അലൈഹി ഇസ്ലാമുക്ക് പറയാൻ കഴിഞ്ഞത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലുമാർ തരുന്ന ഓഫർ, അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ച് അത് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. എക്കാലത്തും സത്യവിശ്വാസികളുടെ പിടിവള്ളി അള്ളാഹുവിൻ്റെ സഹായം തന്നെയാണ്. അല്ലാത്ത വേറെ ഒരു വഴിയും ഒരു പ്രതിസന്ധിയിലും ഒരു ഭീഷണിയിലും രക്ഷപ്പെടാൻ ഇല്ല എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ തുടർച്ചയാണ് അടുത്ത ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.